പ്രമേഹ രോഗികൾക്ക് ഉപകാരപ്രദമാകുന്ന ചില ഡയറ്ററി ടിപ്സാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രമേഹ രോഗികളുടെ ഭക്ഷണക്രമത്തെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. പ്രമേഹ രോഗികൾ മധുരം ഒഴിവാക്കണം, കൊഴുപ്പ് കുറയ്ക്കണം, കാർബോഹൈഡ്രേറ്റ് ചോറ് അഥവാ ചപ്പാത്തി കുറയ്ക്കണം, ഭക്ഷണം അളവ് കുറച്ച് തവണകൾ കൂട്ടി കഴിക്കണം, രാവിലത്തെയും ഉച്ചഭക്ഷണത്തിനും ഇടയ്ക്കും ഉച്ചഭക്ഷണത്തിനും രാത്രി ഭക്ഷണത്തിനും ഇടയ്ക്ക് സ്നാക്സ് കഴിക്കണം. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പ്രമേഹ രോഗിയുടെ ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്, ആ പ്ലേറ്റിൽ പകുതി പച്ചക്കറി ആയിരിക്കണം, 4/1 മാത്രമേ കാർബോഹൈഡ്രേറ്റ് ചോറ് അഥവാ ചപ്പാത്തി പാടുള്ളൂ, ബാക്കി 4/1 പ്രോട്ടീൻ ആയിരിക്കണം. മുട്ട, മത്സ്യം, കൊഴുപ്പില്ലാത്ത മാംസം, പയറ്, കടല തുടങ്ങിയവയായിരിക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. പ്രമേഹ രോഗിക്ക് എത്ര അളവ് പ്രോട്ടീൻ ദിവസവും കഴിക്കണം, ഏതെല്ലാമാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്ററി സോഴ്സ്, ഇതേപ്പറ്റിയെല്ലാം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലരും അത് കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫുഡ് പ്ലേറ്റിലെ പച്ചക്കറിയും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും നാം എങ്ങനെ അല്ലെങ്കിൽ ഏത് ഓർഡറിലാണ് കഴിക്കേണ്ടതെന്നാണ്. പൊതുവെ നമ്മളുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എല്ലാം മിക്സ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. ഇത് മിക്സ് ചെയ്യാതെ ലെയറായി കഴിച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഫുഡ് പ്ലേറ്റിലെ പച്ചക്കറി ആദ്യം കഴിച്ച് അതിന് മേലെ പ്രോട്ടീനും കഴിച്ച് ഏറ്റവും അവസാനം മൂന്നാമത്തെ ലെയറായി കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയാണെങ്കിൽ ഭക്ഷണശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നതിനുള്ള ടെൻഡൻസി വളരെ കുറയ്ക്കാം എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ? പച്ചക്കറിയിൽ പ്രധാനമായും ഫൈബറാണുള്ളത്. ഈ ഫൈബർ ലെയറിൻ്റെ മേലെ കാർബോഹൈഡ്രേറ്റ് ചെല്ലുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസായി ബ്ലഡിലേക്ക് വേഗം കയറുന്നതിനുള്ള ഒരു ടെൻഡൻസി തടയുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ലെയറായി ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണശേഷം ബ്ലഡ് ഷുഗർ കയറുന്നതിനുള്ള ടെൻഡൻസി കുറയും. അതുപോലെ തന്നെ ഭക്ഷണശേഷം ഉള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനുള്ള മരുന്നിൻ്റെ അളവും നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വിനെഗറിനെ പറ്റിയാണ്. വർഷങ്ങളായി നമ്മുടെ വീടുകളിൽ ഭക്ഷണം പ്രിസർവ് ചെയ്യുന്നതിനും അച്ചാറുണ്ടാക്കുന്നതിനും പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനും മറ്റുമാണ് വിനെഗർ ഉപയോഗിക്കുന്നത്. ഈ അടുത്ത കാലത്തായി ആപ്പിൾ സിഡാർ വിനെഗർ ഉപയോഗിച്ച് പ്രമേഹ രോഗികളിൽ നടത്തിയ ചില പഠനങ്ങൾ തെളിയിക്കുന്നത് ആപ്പിൾ സിഡാർ വിനെഗർ 10 മില്ലി 1 ഗ്ലാസ് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ദിവസവും ഉപയോഗിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് വളരെ ഫലപ്രദമാണ് എന്നാണ്. ഇത്തരത്തിൽ 10 മില്ലി ആപ്പിൾ സിഡാർ വിനെഗർ ദിവസവും ഉപയോഗിച്ച പ്രമേഹ രോഗികളിൽ ഭക്ഷണത്തിന് മുൻപും ശേഷവുമുള്ള ഷുഗർ കൂടാതെ പ്രഷർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, അമിതവണ്ണം എന്നീ പാരാമീറ്റേഴ്സ് ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. അത്തരത്തിലുള്ള വ്യക്തികളിൽ അസിഡിക് റിഫ്ലക്സ് കുറയുന്നതായിട്ടും ഗട്ട് ബാക്ടീരിയ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ടും ഈ പഠനത്തിൽ വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ആപ്പിൾ സിഡർ വിനെഗർ ഉപയോഗിക്കുന്ന വ്യക്തികളുടെ പാൻക്രിയാസിൻ്റെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നതായും അല്ലെങ്കിൽ പാൻക്രിയാസ് റീജനറേറ്റ് ചെയ്യുന്നതായും അതുപോലെ തന്നെ മസിലിലേക്ക് കൂടുതൽ ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യപ്പെടുന്നതായും പഠനത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ആപ്പിൾ സിഡർ വിനെഗർ ഇപ്പോൾ ഡയബറ്റിസ് റിവേഴ്സൽ ഡയറ്റ് റെജിമിൽ ഒരു കോമൺ എലമെൻ്റായി വന്നിരിക്കുകയാണ്. പ്രമേഹം മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് എന്ന് ഞാൻ എൻ്റെ ഒരു മുൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നുണ്ടായിരിക്കും. ഇനി ഏതെല്ലാം വ്യക്തികൾക്ക് ആപ്പിൾ സിഡർ വിനെഗർ ഉപയോഗിക്കാൻ പാടില്ല? അൾസർ ഉള്ള വ്യക്തികൾക്ക്, കിഡ്നി ഡിസീസ് ഉള്ള വ്യക്തികൾക്ക്, അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയറായി ഡയബറ്റിക് മരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക്, അത്തരത്തിലുള്ള വ്യക്തികൾക്ക് പൊട്ടാഷ്യം ലെവൽ കുറയ്ക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദീർഘകാലം ആപ്പിൾ സിഡാർ വിനെഗർ ഉപയോഗിച്ചാൽ അത് പല്ലുകൾക്ക് സ്റ്റെയിൻ വരുത്തുന്നതിനുള്ള ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഇത് സ്ട്രോ വെച്ച് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രമേഹ രോഗികളെ,
നിങ്ങൾ നിങ്ങളുടെ ഫുഡ് പ്ലേറ്റിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പച്ചക്കറി, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് എന്നീ ഓർഡറിൽ കഴിക്കുകയും ദിവസവും 10 മില്ലി ആപ്പിൾ സിഡാർ വിനെഗർ 100 മില്ലി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒരു സ്ട്രോ ഉപയോഗിച്ച് കുടിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പ്രമേഹം മാത്രമല്ല മറ്റ് മെറ്റബോളിക് പാരാമീറ്റേഴ്സും ശരിക്കും ഇംപ്രൂവ് ചെയ്യുമെന്നും അതോടൊപ്പം പ്രമേഹം മാറിപ്പോകുന്നതിനുള്ള ഒരു സാധ്യത പോലും ഉണ്ട് എന്ന് നിങ്ങൾ ഈ അവസരത്തിൽ ശരിക്കും മനസ്സിലാക്കണം. ഏവർക്കും നന്ദി, നമസ്കാരം.